ഹായ് ഹലോ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. ഞാൻ നേരത്തെ പറഞ്ഞിട്ടുണ്ടായിരുന്നല്ലോ നമുക്കൊരു ഫേൺ കോംബോ ചെയ്യാമെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നല്ലോ. അപ്പം മഴക്കാലമൊക്കെ കഴിയണേക്കാളും മുമ്പ് ഫേണൊക്കെ വാങ്ങി അതൊക്കെ സെറ്റ് ചെയ്യാൻ പറ്റിയ ഒരു സമയമാണ്. അപ്പം നമുക്ക് ഒരു ഫേൺ കോംബോ ഉണ്ട്. അതുകൂടാതെ സാൻസവേരിയ വെറൈറ്റികൾ ഇപ്പം നമുക്ക് സ്റ്റോക്കിലുള്ളത് കാണിച്ചു പോകാം. നമ്മൾ ഈ അടുത്ത ആഴ്ചയിൽ നമ്മൾ തിങ്കൾ ചൊവ്വ ദിവസങ്ങളിലായിട്ട് പ്ലാന്റ്സുകൾ അയച്ച് തീർക്കും കേട്ടോ. അതിനുശേഷം പിന്നെ ഓണം കഴിഞ്ഞിട്ടാണ് പ്ലാന്റ്സുകൾ അയക്കുള്ളൂ. പിന്നെ പോട്ടുകൾ ഉണ്ടായിരിക്കില്ല കേട്ടോ. അത് ആദ്യം തന്നെ പറയണം. ഒത്തിരി പേര് ചോദിക്കുന്നുണ്ട് പോട്ടുകൾ ഉണ്ടാവുമെന്ന്. പോട്ടുകൾ ഉണ്ടായിരിക്കില്ല. പ്രൊഫഷണൽ DTDC 2 കൊറിയർ വഴിയാണ് നമ്മൾ പ്ലാന്റ്സുകൾ അയക്കുക കേട്ടോ. അപ്പോൾ നമുക്ക് വേഗം തന്നെ പ്ലാന്റ്സുകൾ കാണിച്ചു പോകാം. ആദ്യം തന്നെ നമ്മൾ ഫേൺ കോംബോയാണ് കാണിക്കുന്നത് കേട്ടോ. ഫേൺ കോംബോയിൽ 5 പ്ലാന്റുകളാണ് ഉള്ളത്. ആദ്യത്തെ പ്ലാന്റ് ഇതാണ്. റഫിൾ ഫഫിൾ ഫേൺ എന്നൊക്കെ പറയും നമ്മൾ. അല്ലെങ്കിൽ റഫിൾ ഫേൺ എന്ന് പറഞ്ഞാൽ മതി. ഇങ്ങനെ നല്ല ഭംഗിയിൽ ഇങ്ങനെയൊക്കെ സെറ്റ് ചെയ്യാൻ പാകത്തിനുള്ള പ്ലാന്റുകളാണ്. ചെറിയ പ്ലാന്റ് ആണ് കേട്ടോ. ഇങ്ങനെയൊക്കെയാണ് വരുന്നത്. ഇതിൻ്റെ റൂട്ടുകൾ, ഏരിയൽ റൂട്ടുകളൊക്കെ ഇങ്ങനെ പുറത്തേക്ക് വരുന്നത് നമുക്കിങ്ങനെ കവർ ചെയ്ത് ചട്ടി തന്നെ അങ്ങനെ കവർ ചെയ്ത് നടാം. അധികം ആഴത്തിൽ നടേണ്ട കാര്യമില്ല കേട്ടോ. ഫേണുകളൊക്കെ മുകളിൽ തന്നെ നട്ടിട്ട് ഒന്ന് മണ്ണിട്ട് കൊടുത്താൽ മതി. എന്നിട്ട് അതിൻ്റെ റൂട്ടുകളൊക്കെ ഒന്ന് മുകളിലേക്ക് അങ്ങോട്ട് വെച്ച് കൊടുത്തു കഴിഞ്ഞാൽ പെട്ടെന്ന് തന്നെ തൈകളായിക്കോളും. ചട്ടി നിറഞ്ഞോളൂ കേട്ടോ. നല്ലൊരു ലൂസായിട്ടുള്ളൊരു പോട്ടി മിക്സ് ആണെങ്കിൽ പെട്ടെന്ന് തന്നെ ആയിക്കോളും. രണ്ടാമത്തെ ഫേൺ ഇതാണ് കോട്ടൺ ക്യാൻഡി ഫേൺ എന്ന് പറയുന്നുള്ള. ഇങ്ങനെയുള്ള പ്ലാന്റുകളാണ്. ചെറിയ പ്ലാന്റുകളാണ് കേട്ടോ. കാരണം കോട്ടൺ ക്യാൻഡി ഇങ്ങനെ തണ്ടുകൾ ചെറുതായിരിക്കും. ഇങ്ങനെ പഞ്ഞിപ്പൂട പോലെ ഇങ്ങനെയുള്ള പ്ലാന്റുകളാണ്. ഞാൻ എൻ്റെ ഒരു പ്ലാന്റ് ഞാൻ കാണിച്ചു തരാം. ഇങ്ങനെ കേട്ടോ. ഇങ്ങനെയാണ് പ്ലാന്റുകൾ വരുന്നത്. ഇതൊരു ഫെയ്ഡ് ആയിട്ടുള്ള ഒരു സിൽവർ അങ്ങനത്തെ ഒരു കളറിലേക്ക് വന്നിട്ടുണ്ടോ എന്ന് എനിക്കറിയില്ല. നിങ്ങളുടെ വീഡിയോയിൽ നേരിട്ട് കാണുമ്പോൾ അങ്ങനെയുണ്ട്. വെള്ളം കൊടുക്കാഞ്ഞിട്ടാണ് കേട്ടോ. വെള്ളം കൊടുത്ത് കഴിയുമ്പോഴത്തേക്കും നല്ല പച്ച കളറിലേക്ക് വരും. അപ്പോൾ അങ്ങനെയാണ് കേട്ടോ ഇതിൻ്റെ സൈൻ വരുന്നത്. ഇപ്പോൾ ഇത് വെള്ളം കൊടുക്കാറായി എന്നുള്ളൊരു സൈനാണ്. ആ കളർ മാറിയിരിക്കുന്നത്. വീഡിയോയിൽ അത് ക്ലിയർ ആണോ എന്ന് അറിയത്തില്ല. നല്ല പഞ്ഞിക്കെട്ട് പോലെ ഇങ്ങനെയായിരിക്കും. അപ്പോൾ ഇതിൻ്റെ തണ്ടുകൾ കണ്ടോ തീരെ കുഞ്ഞിതാണ്. അപ്പം അതുകൊണ്ടാണ് കേട്ടോ ആ പ്ലാന്റും അങ്ങനെ തന്നെ കുഞ്ഞിതായിട്ടിരിക്കുന്നത്. അപ്പം അങ്ങനെയായിരിക്കും പ്ലാന്റുകൾ വരുന്നത് കേട്ടോ. നമുക്കിതാ ഇങ്ങനെ പെട്ടെന്ന് തന്നെ വേര് പിടിച്ചോളൂ കേട്ടോ. പെട്ടെന്ന് വേര് പിടിച്ചോളും. പെട്ടെന്ന് തന്നെ തിക്കായിക്കോളൂ കേട്ടോ. അടുത്ത വർഷം നിങ്ങൾക്ക് ഇങ്ങനെ ഇത്രയും തിക്കൊക്കെ ആയിട്ട് പ്ലാന്റുകൾ ആയിക്കോളും. പിന്നെ അടുത്ത ഫേൺ എന്ന് പറഞ്ഞാൽ ബട്ടൺ ഫേൺ ആണ്. ഇങ്ങനെ ഒരു ഇതിൽ ഇങ്ങനെ ബട്ടൺ പോലെ ഇങ്ങനെ ഉണ്ട്. അപ്പുറത്തും ഇപ്പുറത്തും ആയിട്ട് ഇലകളായിട്ട് അടുക്കി അടുക്കി വെക്കും. ഇത് കുറച്ച് വെയിൽ കൊണ്ടാലും പ്രശ്നമില്ല. ബാക്കിയുള്ള ഫേണുകളെ അപേക്ഷിച്ച് ഇതിന് കുറച്ച് കെയറിങ് കുറവ് മതി. കുറച്ച് വെയിൽ കൊണ്ടാലും കുഴപ്പമൊന്നുമില്ല. അതുപോലത്തെ ഫേണാണ്. ഇത് നല്ല തിക്കായിട്ട് ഒത്തിരി പ്ലാന്റുകളായിട്ട് തിക്കായിട്ട് വളരും കേട്ടോ. നല്ല ഭംഗി ഇത് കാണാനായിട്ട്. അടുത്തത് വരുന്നത് ഇതിൻ്റെ പേര് ഒരു പ്രത്യേക പേരാണ്. ഗ്രീൻ ഫാൻറ്റസി ഫേൺ എന്ന് പറഞ്ഞിട്ട് ഒരു പുതിയ ഒരു ടൈപ്പ് ഫേണാണ്. അതിൽ ഏറ്റവും ചെറുത് ഞാൻ എടുത്തു വെച്ചിട്ടുള്ളൂ. ഒരു വലിയ പ്ലാന്റ് ഇവിടെ ഉണ്ടായിരുന്നു. അത് എടുത്ത് വെച്ചിട്ടില്ല. ഞാൻ വലുത് കാണിക്കാൻ വേണ്ടിയിട്ട് ഇങ്ങനെയാണ് വരുന്നത്. നല്ല രസമാണ് ഇതും കാണാനായിട്ട്. ഇത് നമ്മുടെ റഫിൾ ഫേണിനോട് സാമ്യമുള്ളതാണ്. പക്ഷെ കുറച്ച് സ്റ്റിഫായിരിക്കും അതിൻ്റെ തണ്ടുകൾ വരുന്നത്. ഇങ്ങനെയൊക്കെയാണ് പ്ലാന്റുകൾ വരുന്നത്. ഇത് ഏറ്റവും ചെറിയൊരു പ്ലാന്റ് എടുത്ത് വെച്ചതാണ്. എല്ലാം നല്ല വലിയ പ്ലാന്റുകളാണ്. അങ്ങനെയാണ് എടുത്തത് വരുന്നത് കേട്ടോ. ഇത് അടുത്തത് നമ്മുടെ ഗോൾഡൻ ഫേൺ. ഇത് നല്ല ഭംഗിയുള്ള നല്ല ഗോൾഡൻ കളറായിട്ട് അങ്ങനെ വരുന്ന ഒരു ഫേണാണ്. ഇങ്ങനെയൊക്കെ ആയിരിക്കും കേട്ടോ പ്ലാന്റുകൾ വരുന്നത്. അപ്പോൾ 5 പ്ലാന്റുകളാണ് ഈ കോംബോയിൽ ഉണ്ടാവുക. ഈ കോംബോയ്ക്ക് 320 റേറ്റ് വരുന്നത് കേട്ടോ. ഇങ്ങനെയാണ് പ്ലാന്റുകൾ വരുന്നത് കേട്ടോ. ഞാൻ എടുത്ത് കാണിക്കാം. ഇങ്ങനെ ഇതിന് 320 കോംബോ റേറ്റ് വരുന്നത്. അപ്പോൾ താല്പര്യമുള്ളവരൊക്കെ വേഗത്തിൽ മെസ്സേജ് ചെയ്തോളൂ. നമുക്ക് കോട്ടൺ ക്യാൻഡി ഫേണുകളൊന്നും അങ്ങനെ വാങ്ങിക്കാൻ കിട്ടാറില്ലല്ലോ. അപ്പോൾ അത് വേഗം തന്നെ വാങ്ങിച്ചൊക്കെ സെറ്റ് ചെയ്തോട്ടോ. മഴക്കാലം കഴിയുന്നേക്കാളും മുമ്പ് തന്നെ സെറ്റൊക്കെ ചെയ്ത് മഴയത്തേക്ക് നിങ്ങൾക്ക് നട്ടിട്ട് 2 ദിവസമൊക്കെ ഒന്ന് ഷെയ്ഡിൽ വെച്ചാൽ മതി. അതിന് ശേഷം മഴയത്തേക്ക് വെക്കാൻ പെട്ടെന്ന് വലുതായിക്കോളൂ കേട്ടോ. ഇനി ഞാൻ ഇതിൻ്റെ നമ്മളുടെ സാൻസവേരിയുടെ ഒരു കോംബോ കാണിക്കട്ടെ. സാൻസവേരിയ ഹാഹിനി ഗോൾഡ് എന്ന് പറഞ്ഞിട്ടുള്ള ആ ഒരു വെറൈറ്റിയാണ്. ഇങ്ങനെ നല്ല ഭംഗിയിൽ നല്ല രസത്തിൽ നല്ല തൈകളൊക്കെ വന്നോളൂ കേട്ടോ പെട്ടെന്ന്. ഇങ്ങനെ ഒരു ഗോൾഡൻ ടച്ചായിട്ട്. പിന്നെ ഞാൻ പറയാറുള്ളത് പോലെ ടൊർണാഡോ. ഈ 2 പ്ലാന്റിനും 270 റേറ്റ് വരുന്നത്. 270 റേറ്റ് വരുന്നത്. ഒത്തിരി പേര് മേടിച്ചിട്ടുണ്ട്. നല്ലൊരു കോംബോയാണ്. അപ്പോൾ താല്പര്യമുള്ളവരൊക്കെ മെസ്സേജ് ചെയ്തോളൂ കേട്ടോ. ഇനി ഞാൻ കുറച്ചുള്ളത് വേഗം തന്നെ കാണിച്ചു പോകാം. ഇത് നമ്മളുടെ സിൽവർ സിബ്ര എന്ന് പറഞ്ഞിട്ടുള്ള വെറൈറ്റിയാണ്. നമുക്ക് അധികം വരാറില്ല. ഇപ്പം നമുക്ക് 2-3 ആഴ്ചയായിട്ട് വരുന്നുണ്ട്. ഇങ്ങനെ കേട്ടോ. നല്ല രസം ഇത് കാണാനായിട്ട്. ഡ്വാർഫ് വെറൈറ്റിയാണ്. പിന്നെ ഇത് നമ്മളുടെ ഗോസ്റ്റ് ടൊർണാഡോ അല്ല, ഡ്രാഗൺ ടങ്ക്. അതും ഒരു ട്വിസ്റ്റഡ് ടൊർണാഡോ ഒരു ട്വിസ്റ്റഡ് വെറൈറ്റിയാണ്. അതുപോലെ തന്നെ ഒരു ട്വിസ്റ്റഡ് ആയിട്ടുള്ള വെറൈറ്റിയാണ് ഇത് വരുന്നത്. ഇങ്ങനെ കേട്ടോ.
അത് ഞാൻ എപ്പോഴും പറയും, ഇങ്ങനെയൊക്കെയുള്ള പ്ലാന്റുകൾ നമ്മൾ പാക്ക് ചെയ്യുമ്പോൾ ചെറുതായിട്ടൊന്ന് പൊട്ടാനൊക്കെ ഉള്ളൊരു സാധ്യതയുണ്ട്. അത് പ്രതീക്ഷിച്ചിരിക്കണം കേട്ടോ. ആദ്യമായിട്ട് ഓൺലൈനിൽ വാങ്ങിക്കുന്നവർ എന്തെങ്കിലും അവർക്കൊക്കെ ആയിരിക്കും എന്തെങ്കിലും ഒരു ചെറിയ ഒരു ശതമാനം പേർക്കാണ് അങ്ങനെ എന്തെങ്കിലും വരാറുള്ളൂ. ചിലപ്പോൾ അവർക്കായിരിക്കും. അപ്പോൾ അത് എന്നിട്ട് എടുത്ത് കാണിച്ചിട്ട് അങ്ങനെ പറയുവേ. അപ്പോൾ അതുകൊണ്ടാണ് ഞാനിത് പ്രത്യേകം പറയുന്നത്. നമ്മളിങ്ങനെ പാക്ക് ചെയ്യുന്ന സമയത്തോ അല്ലെങ്കിൽ ഇങ്ങനെ നമ്മൾ നന്നായിട്ട് പാക്ക് ചെയ്ത് വിട്ടാലും കൊറിയർ നമ്മുടെ കയ്യിൽ നിന്ന് പോന്നിട്ട് നിങ്ങളുടെ കയ്യിലെത്തുന്ന ആ സമയം ഉണ്ടല്ലോ, എന്തെങ്കിലും ഒരു കട്ടിയുള്ള സാധനം വെച്ച് കഴിഞ്ഞ് കഴിഞ്ഞാൽ ഇത് ഇങ്ങനത്തെ ഒരു പ്ലാന്റ് ആയതുകൊണ്ട് അത് സ്റ്റിഫായിട്ടിരിക്കുന്ന പ്ലാന്റ് ആയ കാരണം ചെറിയൊരു സാധ്യതയുണ്ട് കേട്ടോ. അത് അങ്ങനെ ഉണ്ടാവാറില്ല, ചിലപ്പോൾ 1% ചിലപ്പോൾ അങ്ങനെ ഉണ്ടാവും. ഞാൻ പറയണമല്ലോ അത്. ഇത് നമ്മളുടെ സിൽവർ പ്രിൻസസ് തിക്കായിട്ടുള്ള പോട്ടാണ്. നല്ല രസത്തിൽ നമുക്ക് അധികം കെയറിങ്ങും കൊടുക്കാണ്ട് സെറ്റ് ചെയ്യാൻ പാകത്തിനാണ്. സിൽവർ മിക്കാഡോ ഈ ഒരു സൈസിൽ ഒരു പോട്ടിൽ 3 പ്ലാന്റ് ആയിട്ട് നല്ല രസത്തിൽ നമുക്ക് സെറ്റ് ചെയ്യാൻ പാകത്തിനുള്ള പ്ലാന്റ്. പിന്നെ ലില്ലിപ്പുട്ട്. നിങ്ങൾക്ക് ലില്ലിപ്പുട്ട് വാങ്ങിക്കുന്ന വിഷ് ലിസ്റ്റിൽ ഉള്ളവരൊക്കെ വേഗം വാങ്ങിച്ചോളൂ കേട്ടോ. കാരണം ഒരു പോട്ടിൽ 3 എണ്ണമാണ് ഇപ്പോൾ വന്നേക്കുന്നത്. നമുക്ക് സാധാരണ കേസിൽ അങ്ങനെ വരാറില്ല. ഒറ്റ പ്ലാന്റിൽ ചെറിയ ബേബി പ്ലാന്റുകളൊക്കെ ആയിട്ടാണ് വരാറുള്ളൂ. ഇപ്പോൾ ഇങ്ങനെയാണ് വന്നേക്കുന്നത്. അപ്പോൾ താല്പര്യമുള്ളവർ വേഗത്തിൽ വാങ്ങിച്ചോളൂ കേട്ടോ. ഈ അവസരം ചിലപ്പോൾ ഇനി കിട്ടിയെന്ന് വരില്ല, അതുകൊണ്ടാണ് കേട്ടോ പറഞ്ഞത്. പിന്നെ നമ്മളുടെ വിറ്റിനി ഇതേ സ്റ്റോക്കിലുണ്ട് കേട്ടോ. ഇങ്ങനെയുള്ള സൈസിലുള്ള പ്ലാന്റ്. ഇത് ഏറ്റവും ചെറിയ പ്ലാന്റ് ആണ്. ഞാൻ കഴിഞ്ഞ ആഴ്ചയും കാണിച്ച പ്ലാന്റ് തന്നെ ഇത് എടുത്ത് വെച്ചത് കേട്ടോ. കാരണം ഏറ്റവും ചെറുത് ഇതായിരുന്നു വന്നതിൽ. ഇത് ഇനിയിപ്പോൾ ഉള്ളതൊക്കെ നല്ല വലിപ്പമുള്ള പ്ലാന്റുകൾ ഈ ആഴ്ച വന്നേക്കുന്നത്. നല്ല വലിപ്പമുള്ള പ്ലാന്റുകളാണ് വന്നേക്കുന്നത്. പിന്നെ നമ്മളുടെ ഹവോത്തിയ ലിംഫോളിയ എന്നാണ് ഇതിൻ്റെ പേര് വരുന്നത് കേട്ടോ. ഇങ്ങനെ ഒറ്റ പ്ലാന്റ് പ്രതീക്ഷിച്ചാൽ മതി കേട്ടോ. ഇതിപ്പോൾ മിക്കതിലും തന്നെ ഷൂട്ടുകളുണ്ട്. ഇനി ഇൻ കേസ് ആർക്കെങ്കിലും ഒരാൾക്ക് ഒരെണ്ണം ഒരു ഇതുള്ളതുണ്ടെങ്കിൽ അത് ചിലപ്പോൾ പറയുവേ. അപ്പോൾ അതുകൊണ്ടാണ് ഞാൻ പറയുന്നത് ഒരു നല്ല പ്ലാന്റ് അങ്ങനെ ആയിരിക്കും കേട്ടോ. മിക്കതിലും തന്നെ ഇങ്ങനെ ബേബി പ്ലാന്റ് ഒക്കെ ആയിട്ട് തിക്കായിട്ട് ഇത് പോട്ട് സൈഡായിരിക്കും കേട്ടോ നമ്മൾ അയക്കുന്നത്. നമ്മൾ ഒരു കള്ളത്തരവും നമ്മളുടെ ഇതിൽ കാണിക്കൂല. അതുകൊണ്ടാണ് ഞാൻ ഇങ്ങനെ എടുത്തെടുത്ത് പറഞ്ഞത്. എനിക്ക് ഇങ്ങനെ എടുത്ത് പറഞ്ഞില്ലെങ്കിലേ അങ്ങനെ പറഞ്ഞു തന്നില്ലെങ്കിൽ എനിക്ക് എന്തെങ്കിലും നമുക്ക് ഒരു പ്ലാന്റ് വരുമ്പോഴത്തേക്ക് ഒറ്റ പ്ലാന്റേ ഉള്ളൂ എങ്കിൽ നമുക്കതൊരു വിഷമാണ്. അപ്പോൾ അതുകൊണ്ടാണ് കേട്ടോ പറഞ്ഞു പോണേ. ഇതൊരു പോട്ടിൽ 5 പ്ലാന്റ് ആയിരിക്കും മിക്കാഡോ കേട്ടോ. പിന്നെ നമ്മുടെ സിൽവർ സ്പിയേഴ്സും ഇപ്പോൾ സ്റ്റോക്കിൽ വന്നിട്ടുണ്ട്. ഇങ്ങനെ ഇതിൻ്റെ കണ്ടോ, ഇങ്ങനെയൊക്കെയുള്ള പ്ലാന്റിൻ്റെ സൈഡിലൊക്കെ ചെറുതായിട്ട് ഇങ്ങനെ ഒരഞ്ഞിട്ടേ ഈ ട്രേയുടെ സൈഡിലോ അങ്ങനെയൊക്കെ വന്നിട്ട് ചെറുതായിട്ട് അങ്ങനെ ഒരു ചെറിയ ഇതൊക്കെ ഇങ്ങനെ വരാൻ സാധ്യതയുണ്ട് കേട്ടോ. അതും ഞാൻ പറഞ്ഞേക്കാം. ഇങ്ങനെയുള്ള സ്റ്റിഫായിട്ടുള്ള പ്ലാന്റുകളല്ലേ ഇത്. അതൊന്നും ഒരു പ്രശ്നമുള്ള കാര്യമല്ല കേട്ടോ. അപ്പോൾ അതും അങ്ങനെ കേട്ടോ. അപ്പോൾ സൺസെറ്റ് വെറൈറ്റി കണ്ടു കഴിഞ്ഞു. ഇനി നമുക്ക് ഒരു ഫിലാഡൻഡോണ്ട് ഇത് കാണിക്കും. ഫിലാഡൻഡോം ഗ്ലോറിയോസ് ആണ് ഇത് വരുന്നത്. ഇങ്ങനെ 2 ലീഫൊക്കെ ആയിട്ട് അങ്ങനെയുള്ള പ്ലാന്റ് നല്ല രസമാണ് കാണാനായിട്ട്. ഞാൻ കാറ്റലോഗിൽ കൊടുത്തേക്കാം, അതിൻ്റെ ആക്ച്വൽ പിക്ചർ കൊടുത്തേക്കാം കേട്ടോ. ഇങ്ങനെ നല്ല രസമായിട്ട് ഇങ്ങനെ വരുന്ന പ്ലാന്റുകൾ കേട്ടോ. പിന്നെ നമ്മുടെ ഫേൻ ഇപ്പോൾ സ്റ്റോക്കിൽ വന്നിട്ടുണ്ട്. മറ്റേ ഫേനിൻ്റെ ഒക്കെ കൂടത്തിലെടുക്കാൻ പാകത്തിനുള്ള ഫേനാണ് സ്റ്റാർഫോൺ ഫേൻ. ഇത് മണ്ണിൽ നടുന്ന പ്ലാന്റ് അല്ല. ഇനിയിപ്പോൾ എന്തെങ്കിലും സംശയങ്ങളൊക്കെ ഉണ്ടെങ്കിൽ ഗൂഗിളിലൊക്കെ ഒന്ന് സെർച്ച് ചെയ്ത് നോക്കിയിട്ട് മാത്രമാണ് കേട്ടോ നടാമുള്ളൂ. ഇത് അതിൻ്റെ പ്രൊപ്പഗേഷന് വെച്ചേക്കുന്ന ഒരു ലീഫാണ്. അത് സഹിതം നമ്മൾ പോട്ട് സഹിതമായിരിക്കും കേട്ടോ ഈ പ്ലാന്റുകൾ അയക്കുന്നത്. പിന്നെ ലക്കി ബാമ്പു 5-in-1 ഇപ്പം നമുക്ക് സ്റ്റോക്കിലുണ്ട്. ഇതും പോട്ട് സഹിതമായിരിക്കും കേട്ടോ അയക്കുന്നത്. പിന്നെ വരുന്നത് നമ്മളുടെ അഗ്ലോണിമ വെറൈറ്റി അഗ്ലോണിമ സൂപ്പർ വൈറ്റ്. എനിക്ക് സ്നോ വൈറ്റ് എന്നാണ് കിട്ടുന്നത്. സൂപ്പർ വൈറ്റ് കേട്ടോ. നല്ല രസമാണ്. നല്ല വൈറ്റിലേക്ക് മാറിക്കോളൂ കേട്ടോ. റെഡ് വെറൈറ്റി ഒക്കെ ഉണ്ടെങ്കിൽ അതിൻ്റെ കൂട്ടത്തിൽ ഇങ്ങനെ ഒരു വൈറ്റ് വെറൈറ്റി വെച്ച് കഴിഞ്ഞാൽ നല്ല അടിപൊളിയായിരിക്കും. നമുക്ക് ജയ്പോങ് റെഡ് വന്നിട്ടുണ്ട്. ഞാൻ നെക്സ്റ്റ് വീക്കിൽ കാണിക്കാം കേട്ടോ. നല്ല രസത്തിലുള്ള പ്ലാന്റുകൾ. ഈ താല്പര്യം ഉള്ളവരുണ്ടെങ്കിൽ ഒന്ന് മെസ്സേജ് ചെയ്തോ, ഞാൻ ഫോട്ടോ ഇടാം. ഇപ്പം ഞാൻ വീഡിയോയിൽ കാണിക്കുന്നില്ല, കാറ്റലോഗിലും കൊടുത്തിട്ടില്ല കേട്ടോ. അതായത് നമ്മുടെ 5-in-1 5 ഇത് ഉണ്ട് ഒരു പോട്ടിൽ. അത് നമ്മുടെ പെഡിലാന്തസ് വെറൈറ്റി, പെഡിലാന്തസ് നാന വേരിഗേറ്റഡ് അല്ലെങ്കിൽ പെഡിലാന്തസ് ബാക്ക് ബോൺ എന്നൊക്കെ പറയും. അങ്ങനെയൊക്കെയുള്ള പ്ലാന്റുകൾ കേട്ടോ. ഇത് വേറൊരു പേരും കൂടെ പറയും, അതിന് ഡെവിൾ അങ്ങനെ എന്തൊരു പേരും കൂടെ പറയും. അത് ഞാൻ മറന്നുപോയി. കുറേ കാര്യങ്ങളൊക്കെ മറന്നു പോവും, പ്രായമായതിൻ്റെ ആയിരിക്കും അല്ലേ. ഇത് നമ്മളുടെ മോൺസ്റ്റർ അല്ല, ഇത് തായ് കോൺസ്റ്റലേഷൻ ആണേ. ഇത് മോൺസ്റ്റേറയുടെ ഒക്കെ അത് തന്നെ ഫാമിലി വേണം. മോൺസ്റ്റേറ ഡെലൂസിയോസ അതുപോലെയൊക്കെ തന്നെ. ഫൈക്കസ് വെറൈറ്റി ഒരു പോട്ടിൽ 3 എണ്ണമായിട്ടുള്ള ഡ്വാർഫ് വെറൈറ്റി ഫൈക്കസ് കോമ്പാക്റ്റ. ഇങ്ങനെ സെറ്റ് ചെയ്യാൻ പാകത്തിനുള്ളത്. ഇതും ഒരു കോമ്പാക്റ്റ് വെറൈറ്റിയാണ്. മൂൺലൈറ്റ്. ഇത് കഴിഞ്ഞ പ്രാവശ്യം ഒത്തിരി പേർക്ക് അത് ആവശ്യമായിരുന്നു. ഞാനിത് ഇത്രയും ഡിമാൻഡ് ഉണ്ടാവും എന്ന് വിചാരിച്ചില്ല കേട്ടോ. അതുപോലെ ഡിമാൻഡായിരുന്നു കഴിഞ്ഞ പ്രാവശ്യം. നമ്മളുടെ
മെൽനോനി അങ്ങനെയൊക്കെ കൊണ്ടുവരില്ലേ, അതൊക്കെ ഭയങ്കര ആഗ്രഹമാണ്. ഞാൻ ഈ അതിശയം വിചാരിച്ചു പോയി എന്ന് വെച്ചാൽ അതുപോലെ നമ്മുടെ അടുത്ത് ചോദിക്കണേ. മിക്കവാറും നമുക്ക് കൊടുക്കാൻ ഉണ്ടാവാറില്ല, അപ്പോഴത്തേക്കും സ്റ്റോക്ക് തീർന്നു പോകാറുണ്ട്. ഇത് നല്ല പ്ലാന്റ് ആണ്, സെറ്റ് ചെയ്യാൻ പാകത്തിന്. അധികം പൊക്കം വെക്കില്ല, കുള്ളനായിട്ട് ഇരിക്കുകയുള്ളൂ കേട്ടോ. നമ്മുടെ റസീനയുടെ കോമ്പാക്റ്റ് വെറൈറ്റി ഉണ്ടല്ലോ ഗ്രീൻ, അതും ഒത്തിരി പേർക്ക് ആവശ്യമാണ്. അത് നല്ല പ്ലാന്റുകളാണ്. പിന്നെ ഫേൺ വെറൈറ്റി നമുക്ക് നൂഡിൽസ് സ്റ്റോക്കിൽ വന്നിട്ടുണ്ട്. ഇതാ ഈ ഒരു സൈസിലുള്ള പ്ലാന്റുകൾ, ഇതൊക്കെ ഒത്തിരി പേർക്ക് ആവശ്യം. ഇതൊക്കെ നല്ല രസമാണ്. നമുക്ക് കുറേ ചെടികളൊക്കെ ഇങ്ങനെ കൂട്ടി വെച്ചിട്ട് നല്ല വലിയ പോട്ടിലേക്ക് ആക്കി കുറച്ചുകൂടി കൂടി വലിപ്പമൊക്കെ വെക്കുമ്പോൾ അങ്ങനെ കൂട്ടി വെച്ച് അങ്ങനെയൊക്കെ സെറ്റ് ചെയ്യാനായിട്ട് പറ്റിയ പ്ലാന്റുകളാണ് കേട്ടോ. അതാ ഇങ്ങനെ ഉള്ള വെറൈറ്റിയാണ് വരുന്നത്. പിന്നെ നമ്മളുടെ പെപ്രോമിയ വെറൈറ്റി, പെപ്രോമിയ റെഡ് കാനോൺ. ഇതാ അങ്ങനെ പറഞ്ഞിട്ട് റെഡ് കാനോൺ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ റെഡൊന്നും അല്ല, അതിൻ്റെ ബോർഡറിൻ്റെ ഇത് വെച്ചിട്ടാണ് തോന്നുന്നു ഒരു ചെറിയൊരു റെഡ് എന്ന് പറയാൻ പറ്റില്ല, കാപ്പി കളർ അങ്ങനെയാണ് വരുന്നത്. കാണാൻ പറ്റുന്നുണ്ടോ? ഇതാ ഇങ്ങനെ തിക്കായിട്ട് നമുക്ക് വേറെ പോട്ടുകളിലേക്കൊക്കെ മാറ്റി നടാൻ പാകത്തിനുള്ള പ്ലാന്റുകളാണ് വരുന്നത് കേട്ടോ. ഇത് നമ്മളുടെ ഡ്രസീന ദാരാസിംഗ് ആണ് വരുന്നത്. നല്ല രസമാണ്. നമ്മുടെ ലൈം ലൈറ്റും ഇതൊക്കെ നമുക്ക് സ്റ്റോക്കിലുണ്ട് കേട്ടോ, അതൊന്നും എടുത്തു വെച്ചിട്ടില്ല, നിങ്ങൾ കാറ്റലോഗ് നോക്കിയാൽ മതി. പിന്നെ നമ്മളുടെ ഇത് നമ്മളുടെ കലാത്തി വെറൈറ്റി, പേരൊക്കെ മറന്നു പോവാം. റാറ്റിൽ സ്നേക്ക്, അത് തന്നെ. ഇങ്ങനെ ഇതാ ഇത് നമ്മളുടെ സിസി ഡ്വാർഫ് വരുന്നത്, തിക്ക് പോട്ട് വരുന്നത്. ഇതാ ഇങ്ങനെ കേട്ടോ, നല്ല രസമാണ്. പ്ലാന്റ് സെറ്റ് ചെയ്യാനൊക്കെ താല്പര്യമുള്ളവരൊക്കെ വേഗത്തിൽ സെറ്റ് ചെയ്തോട്ടോ. ബ്ലാക്ക് സിസി, ഇതാ ഈ ഒരു സൈസിലുള്ള പ്ലാന്റുകൾ ഇപ്പോൾ നമുക്ക് സ്റ്റോക്കിലുണ്ട്. ഇതാ ഇങ്ങനെയുള്ള പ്ലാന്റുകൾ. പിന്നെ ഗ്രീൻ സിസി പ്ലാന്റ് കഴിഞ്ഞ ആഴ്ച ഒത്തിരി പേർക്ക് ഇത് ഒത്തിരി ഇഷ്ടപ്പെട്ടു എന്ന് പറഞ്ഞു, ഒത്തിരി പേര് എടുക്കുകയും ചെയ്തു. കിട്ടിയവർക്കൊക്കെ നല്ല ഫീഡ്ബാക്ക് ആയിട്ടാണ് തന്നത്. നല്ല രസം, നല്ല കരുത്തുള്ള പ്ലാന്റ്. എനിക്ക് ഇത് കണ്ടോ, ഇതിൻ്റെ റൈസോമൊക്കെയാണ് ഇത് ഇങ്ങനെ തിങ്ങി പൊളിഞ്ഞിരിക്കുന്നത്. നമുക്ക് എന്ത് ചെയ്താൽ പോട്ടിൽ നിന്ന് എടുക്കാൻ പറ്റത്തില്ല, ഇങ്ങനെ തന്നെ നമുക്ക് വിടാനും പറ്റത്തില്ലല്ലോ. അപ്പം അതുകൊണ്ട് പോട്ട് കീറിയിട്ടാണ് നമ്മൾ എടുക്കുന്നത്. അതുപോലെ തിക്കായിട്ട്, അത് ഇത് കണ്ടോ, നിങ്ങൾക്ക് മനസ്സിലാവുണ്ടോ എന്ന് അറിയാൻ പാടില്ല. അത് കണ്ടോ, അതൊക്കെ റൈസോം തള്ളിയിരിക്കുന്നത്. നമുക്ക് പിടിച്ച് കഴിയുമ്പോൾ തന്നെ ഭയങ്കര സ്റ്റിഫ് വെറൈറ്റി വ്യത്യാസമുണ്ട്. എന്തോ ഒരു പ്രത്യേക വെറൈറ്റി, നമുക്ക് സാധാരണ വരാറുള്ളതല്ല. പക്ഷെ കാണുന്നൊക്കെ സിസി പ്ലാന്റ് ആ ഗ്രീൻ കളറാണ് വരുന്നത്, പക്ഷെ എന്തൊക്കെയോ ഒരു വ്യത്യാസം ഇതിലുണ്ട്. ഞാൻ സെർച്ച് ചെയ്തിട്ടോട്ട് എനിക്ക് കിട്ടണമില്ല, പക്ഷെ നമുക്ക് സാധാരണ വരണതല്ല അത്. പിന്നെ നമ്മുടെ പോത്തോസ് ഇതാ ഈ ഗോൾഡൻ പോത്തോസ് ഇപ്പോൾ സ്റ്റോക്കിലുണ്ട്. നമുക്ക് എൻജോയ് പോത്തോസ് ഉണ്ട്. പിന്നെ നമ്മളുടെ ഇതാ മാർബിൾ പോത്തോസ് സ്റ്റോക്കിലുണ്ട്. എൻജോയ് പോത്തോസ് നമുക്ക് ഇപ്പോൾ സ്റ്റോക്കിലുണ്ട്. ഇതാ നല്ല വലിയ പോട്ടാണ് സ്റ്റോക്കിലുള്ളത്. പിന്നെ നമുക്ക് ഇത് നമ്മുടെ ഗ്ലോബൽ പോത്തോസ്, അതും ഇപ്പോൾ നമുക്ക് സ്റ്റോക്കിൽ ഇപ്പോൾ നിലവിലുണ്ട് കേട്ടോ. താല്പര്യമുള്ളവർക്ക് ഇതൊക്കെ നല്ല രസമാണ് കാണാനായിട്ട്, നമുക്ക് ഇൻഡോറിലൊക്കെ സെറ്റ് ചെയ്യാൻ പാകത്തിന്. പിന്നെ നമ്മളുടെ അലൊക്കേഷ്യ ബാംബിനോ ഇപ്പം നമുക്കുണ്ട് കേട്ടോ. ഇതാ ഈ ഒരു സൈസിലുള്ള നല്ല രസമുള്ള സെറ്റ് ചെയ്യാൻ പാകത്തിന്. പിന്നെ അലൊക്കേഷ്യയുടെ ജാക്ലിൻ ഒരു പോട്ടിൽ കൂടുതൽ എണ്ണമൊക്കെ തൈകളുണ്ട് കേട്ടോ. പക്ഷെ ഞാൻ ചിലതിലൊക്കെ ഒരെണ്ണമൊക്കെ ഉള്ളൂ, അതുകൊണ്ടാണ് ഒരു ബേബി പ്ലാന്റ് ഉറപ്പായിട്ടും ഉണ്ടാവും. പിന്നെ ഇതിലൊക്കെ 3 എണ്ണം ഒക്കെ കാണുന്നുണ്ട്. ഇതാ ഇത് ഒരെണ്ണം, ഇതിലൊരെണ്ണം, ഇതിവിടെ ഒരെണ്ണം, അങ്ങനെ 3 എണ്ണമൊക്കെ കാണുന്നുണ്ട്. അപ്പോൾ എന്തായാലും പിന്നെ കിഴങ്ങുകളും ഉറപ്പായിട്ടും ഉണ്ടാവും. മിക്കതിലും തന്നെ കിഴങ്ങുകൾ കാണുന്നുണ്ട്, അപ്പോൾ എന്തായാലും ഉണ്ടാവും. ഇതാ ഇങ്ങനെയൊക്കെ കേട്ടോ, സെറ്റ് ചെയ്യാൻ പാകത്തിനൊക്കെയുള്ള. ഇതിൻ്റെയൊക്കെ ഒന്ന് വീഡിയോ ഒന്ന് എടുത്ത് നോക്കിക്കോളൂ കേട്ടോ. ഗൂഗിളിലൊന്ന് സെർച്ച് ചെയ്താൽ മതി, ജാക്ലിൻ എന്ന് പറഞ്ഞിട്ടൊന്ന് സെർച്ച് ചെയ്താൽ മതി. ഫോറിനേഴ്സൊക്കെ വീഡിയോ ചെയ്യുന്നത് നല്ല രസമാണ് കാണാനായിട്ട്. അപ്പോൾ അങ്ങനെയൊക്കെ ഉള്ളത് കേട്ടോ. ഇതാ ഇത് നമ്മളുടെ അല്ല ഡ്രാഗൺ ടങ്കല്ല, അത് പിങ്ക് ഡ്രാഗൺ. പിങ്ക് കളറായിട്ട് പിങ്ക് സ്റ്റെമ്മായിട്ട് അങ്ങനെയാണ് ഇട്ട് വരുന്നത്. പിന്നെ നമ്മളുടെ അസ്ലാനി സ്റ്റോക്കിലുണ്ട്. ദാ ഈ ഒരു സൈസിലുള്ള ഇങ്ങനെയുള്ള പ്ലാന്റുകൾ സ്റ്റോക്കിലുണ്ട്. നല്ല രസമാണ് കാണാനായിട്ട്. നാണം കുണുങ്ങിയിരിക്കുകയെന്ന് തോന്നുന്നു ഇങ്ങനെ എല്ലാത്തിൻ്റെ എല്ലാം ഇങ്ങനെ ഇതായിട്ടിരിക്കുന്നത്. പിന്നെ നമ്മളുടെ ബ്രസീൽ നമുക്ക് സ്റ്റോക്കിൽ വന്നിട്ടുണ്ട്. നല്ല വലിയ പ്ലാന്റുകളാണ് വന്നേക്കുന്നത്. അതായത് ഞാൻ വളച്ച് വെച്ചേക്കുവാണ് കേട്ടോ. അതാ ഇങ്ങനെ ഇത് കണ്ടോ, വലിയ പ്ലാന്റുകളാണ്. അപ്പോൾ നിങ്ങൾക്ക് കട്ട് ചെയ്തൊക്കെ വേഗത്തിൽ നടാം കേട്ടോ. വലിയ പ്ലാന്റുകൾ മിക്കതും തന്നെ ഇത്രയും നീളത്തിലൊക്കെയാണ് വന്നേക്കുന്നത്. ഇതാ ഇങ്ങനെ അതിൻ്റെ ഇതൊക്കെ വ്യത്യാസം ഉണ്ടാവും കേട്ടോ. ഈ പാറ്റേണൊക്കെ അത്രയും കളറുകളിലേക്ക് ചിലപ്പോൾ വന്നിട്ടുണ്ടാവില്ല. പിന്നെ നമുക്ക് നമ്മളുടെ ഒരു ഇതെന്താ പേര്, ഇതിൻ്റെ പേര് ഫ്ലോറിഡ ഗോസ്റ്റ് എന്ന് പറഞ്ഞിട്ടുള്ള ഒരു വെറൈറ്റി നമുക്ക് ഇപ്പോൾ വന്നിട്ടുണ്ട് കേട്ടോ. നല്ല രസമാണ്. ഒരു പോട്ടിൽ 2 തൈകളായിരിക്കും. ഇത് പെട്ടെന്ന് തന്നെ സ്റ്റിക്കുമ്പോൾ കയറേണ്ടതാണ്. നല്ല രസത്തിൽ. എന്നിട്ട് നിങ്ങൾക്ക് പിന്നെ അടുത്ത് ഒന്ന് സ്റ്റിക്കിൽ കയറി തുടങ്ങുമ്പോഴത്തേക്കും
സ്റ്റിക്കിൽ കൊടുക്കണേക്കാളും മുമ്പ് തന്നെ കട്ട് ചെയ്ത് വേണമെങ്കിൽ 4 തൈകളാക്കിയിട്ട് ഒരു പോട്ടിലാക്കിയിട്ട് ഒന്നുകൂടി കൂടി തിക്കാക്കി ഒരു സ്റ്റിക്ക് കൊടുത്തു കഴിഞ്ഞാൽ നല്ല രസത്തിൽ 4 വശത്തുനിന്നും കയറി പെട്ടെന്ന് തന്നെ വലുതായിക്കോളൂ കേട്ടോ. നല്ല രസത്തിലുള്ള പ്ലാന്റ് ആണിത്. പിന്നെ അതിൻ്റെ ഫ്ലോറിഡ ബ്യൂട്ടി എന്ന് പറഞ്ഞിട്ട് നമുക്ക് വന്നിട്ടുണ്ട്. ചെറിയ പ്ലാന്റുകളാണ് വന്നേക്കുന്നത്. ഇത് ഇത്രയും തൈകളൊക്കെ ഉണ്ടല്ലോ, അപ്പോൾ പെട്ടെന്ന് തന്നെ സ്റ്റിക്കിൽ കയറിക്കോളൂ. നിങ്ങൾ വലിയൊരു പോട്ടിലേക്ക് മാറ്റി വെച്ച് കഴിഞ്ഞാൽ പെട്ടെന്ന് വലുതായിക്കോളൂ കേട്ടോ. പിന്നെ നമുക്ക് ഒരു ഇത് വന്നിട്ടുണ്ട്, ഒരു പാം. ഇതിൻ്റെ പേര് മറന്നു കേട്ടോ. ഇമ്പോർട്ടൻറ്റ് വെറൈറ്റിയാണ്. നിങ്ങൾ നോക്കിക്കോളൂ, കാറ്റലോഗിൽ നോക്കിക്കോളൂ. നല്ല ഡ്വാർഫായിട്ടൊക്കെ വളർത്താൻ പറ്റുന്നതാണ്. അപ്പോൾ ബാക്കിയുള്ള പ്ലാന്റ്സുകളൊക്കെ ഞാൻ കാറ്റലോഗിൽ കൊടുത്തേക്കാം. കാറ്റലോഗിൻ്റെ ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തേക്കാം. അപ്പോൾ അതെല്ലാം നോക്കിയിട്ട് വേഗത്തിൽ തന്നെ ഓർഡർ ചെയ്തോളൂ. ഫേണിൻ്റെ കോംബോ വേണം എന്ന് പറഞ്ഞിട്ട് അങ്ങനെ മെസ്സേജ് ചെയ്താൽ മതി. മെസ്സേജ് ചെയ്യുമ്പോൾ തന്നെ അഡ്രസ്സ് ഇല്ലാത്തവരാണ്, ഇതിനു മുമ്പ് എൻ്റെ കയ്യിൽ നിന്ന് പ്ലാന്റ്സുകൾ എടുക്കാത്തവരാണെങ്കിൽ അഡ്രസ്സും കൂടെ അയക്കാൻ ശ്രമിക്കണം കേട്ടോ. അപ്പോൾ തന്നെ ഞാൻ പേയ്മെൻറ്റ് ഡീറ്റെയിൽസ് ഒക്കെ തരാം. പെട്ടെന്ന് തന്നെ പേയ്മെൻറ്റ് ചെയ്യുക, സ്ക്രീൻഷോട്ട് ചെയ്യാം. നമുക്ക് അടുത്ത വീഡിയോയിൽ കാണാം. താങ്ക്സ് ഫോർ വാച്ചിങ്. ബൈ.